മോനും അമ്മക്ക് പ്രാന്തുണ്ടോ? നമുക്ക് മിക്കവാറും എന്റെ മനസ്സില് ഞാൻ നിന്റെ കാലിന് പിടിച്ച് മാപ്പ് പറയുന്ന പോലെ ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാ. ഗുഡ് മോർണിംഗ്. അവരെ ഇന്ന് റോസ് ഡേ ആട്ടോ. നമ്മൾ സുഖത്തിൽ ചെറിയൊരു സർപ്രൈസ് ഞാൻ എല്ലാ കൊല്ലവും കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറുതായിട്ട് അമ്മയാണ് എൻ്റെ പാർട്ട്ണർ. അപ്പൊ നമ്മളത് കൊടുക്കുന്നത് അല്ല വിജയ Sekete, oh sekete, sekete. Hey. Happy Rose Day. എന്താണ്? Happy Rose Day. ഇഷ്ടായോ? Happy Rose Day. ആ കൊടഞ്ഞിട്ടാകട്ടെ. മോനും അമ്മക്ക് പ്രാന്തുണ്ടോ? ക്ലീൻ ആക്കണം, നീ ക്ലീൻ ആക്കണം, ക്ലീൻ ആക്കണം, മൊത്തം ക്ലീൻ ആക്കണം കേട്ടാ. ഹാപ്പി റോസ് ഡേ. ഹാപ്പി റോസ് ഡേ. കാണാൻ നല്ല രസമല്ലേ? പ്ലാസ്റ്റിക് സന്തോഷായി കിട്ടും. സൂപ്പർ. താങ്ക് യു. ഹാപ്പി റോസ് ഡേ. താങ്ക് യു. നീ എന്ത് വിചാരിച്ചത് തന്നെ ഫസ്റ്റ് ഓർമ്മ വിചാരിച്ച? ഒന്നും വിചാരിച്ചില്ലേ? ഉണ്ടല്ലോ ഓർമ്മ വിചാരിച്ച? ലാസ്റ്റ് കൊറേ അല്ലേ വന്നു? ലാസ്റ്റ് വല്ല ഒരേ എന്താ പ്രശ്നം? ഗിഫ്റ്റ് അല്ലേ? അപ്പൊ സോയ്ക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി റോസ് ഡേ കഴിഞ്ഞിരിക്കുന്നു. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് എല്ലാവരും എണീച്ചിട്ട് രാവിലെ രാവിലെ തറക്ക കിച്ചണിൽ അത് അപ്പൊ ഉച്ചക്ക് വേണ്ടി ഫുഡ്, പിന്നെ അമ്മക്ക് പോകണം. അതിന് വേണ്ടി അമ്മ സാമ്പാർ ഉണ്ടാക്കണം, ഇഡ്ഡലി പാപ്പ ഉണ്ടാക്കുന്നു, ഇഡ്ഡലി സാമ്പാർ പാപ്പ ഉണ്ടാക്കുന്നു, ഇഡ്ഡലി സാമ്പാർ. അപ്പൊ ഇന്ന് എനിക്ക് റോസ്റ്റ് സർപ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ 2 പേര് ഞാൻ രാവിലെ ഉറങ്ങുന്നു. നല്ല പുറത്ത് പോയാലും ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങുന്നുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ രാവിലെ അപ്പുകുട്ട വന്നിട്ട് ഇത് എനിക്ക് റോസ്റ്റ് സർപ്രൈസ് കൊടുത്തായിരുന്നു. താങ്ക് യു അപ്പുകുട്ട. താങ്ക് യു ഒന്നും വേണ്ട, ജീവിതത്തിൽ സമാധാനം. അപ്പോൾ സമാധാനം ഇല്ല ഇതുവരെ. പിന്നെ താങ്ക് യു അമ്മ. പിന്നെ ഞാന് എല്ലാവർക്കും എന്താ പറയും, ഞാൻ എന്റെ ജീവിതത്തിൽ എന്താ പറയും, എല്ലാവർക്കും ലൈഫില് എക്സാമ്പിൾ. എന്റെ മാതിരി ഫാമിലി, എന്റെ മാതിരി ഹസ്ബൻഡ്, എന്റെ മാതിരി അമ്മ, എന്റെ മാതിരി സിസ്റ്റർ, ഫാമിലി, എന്റെ കൊച്ച്, എല്ലാരും അങ്ങനത്തെ എല്ലാ പെണ്ണുങ്ങൾക്ക്
നമുക്കല്ലേ അമ്മേ ഓ. കിട്ടട്ടെ അങ്ങനെ ആഗ്രഹം. ഇരിക്കട്ടെ കിട്ടട്ടെ. ഓ ഇരിക്കട്ടെ അങ്ങനെ എനിക്ക് എല്ലാവർക്കും ഞാൻ സന്തോഷം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം അല്ലേ? ഞാനും അതാ വിചാരിക്കുന്നത്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. എല്ലാരും ഇല്ല, ഒരു പെണ്ണ് ഒരു വീട്ടിൽ കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ സന്തോഷം വല്ല സങ്കടം കൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനത്തെ നമുക്ക് ഒരു സപ്പോർട്ടീവ് മദർ ഹസ്ബൻഡ് എല്ലാവരും ഒരു സപ്പോർട്ടീവ് ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ നിന്ന് കൊച്ചെ എന്താ പറയും ഒരു ഭാഗ്യമതി പ്രിൻസസ്. ഞാൻ ഇപ്പൊ ഒരു പ്രിൻസസ് ശരിക്കും എനിക്ക് വല്ലപ്പോഴും തോന്നും ഞാനും പ്രിൻസസ് മാതിരി എല്ലാവരും അങ്ങനെ ഞാൻ തോന്നും. ഇന്നലെ ആ ഉടുപ്പ് ഇട്ടിട്ട് ശരിക്കും എനിക്ക് ഞാൻ പ്രിൻസസ് ഉണ്ട് തോന്നി. ഫോട്ടോഷൂട്ടിന് പോയതോ നല്ല ഡ്രസ്സായിരുന്നു അത്. പക്ഷെ ശരിക്കും അല്ല സോന, ഞാൻ പറ്റി നമുക്ക് കുറേ സ്വത്ത് മുതൽ ഇതല്ല, നമുക്കിടെ ഇത് കുടുംബത്തില് ഇതെല്ലാവരും സപ്പോർട്ടായി നിൽക്കുന്ന, സന്തോഷമായിട്ട് നിൽക്കുന്ന, അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. പിന്നെ എല്ലാവർക്കും നമുക്ക് എന്താ പറയാ, എല്ലാവർക്കും ബോറിംഗ് ആയി തുടങ്ങും. വേറെ ഒന്നുമല്ല, നമ്മൾ കിച്ചണിലാണ് എല്ലാവരും ഒത്തുകൂടുന്ന സമയം കിച്ചണിലാണ്. വേറെ അപ്പുറത്തായി പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ ടയർഡാവും, വീടൊന്നും എടുക്കാൻ നേരമില്ല. പിന്നെ സോയിക്കുട്ടിയാണെങ്കിൽ ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോകും, വേറെ എന്തെങ്കിലും വർക്കിനെ പോകും. അപ്പൊ ഇപ്പൊ ഇവളാണെങ്കിൽ പിന്നെ കിച്ചണില് വീഡിയോ ചെയ്യുന്ന കാരണം അമ്മ രാവിലെ ജോലിക്ക് പോകില്ലേ, അപ്പൊ ഞാനും പിന്നെ സ്കൂളിൽ പോകും. ഉച്ചക്ക് പിന്നെ ഞാൻ മാത്രം ഒറ്റക്ക് ഉണ്ടാവും. പിന്നെ ഒറ്റക്ക് എനക്കേ തോന്നും, ഒറ്റക്ക് ചെയ്യുമ്പോ മടി പിന്നെ ബോറിങ് തോന്നും. ഒറ്റക്ക് സംസാരിക്കാൻ ബോറിങ് തോന്നും. അപ്പൊ നമുക്കൂടെ അമ്മ ഫാമിലി എല്ലാരും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ചെയ്യുന്ന നമുക്കും ഒരു എനക്കും ഇത് കിട്ടും, ഒരു എന്താ പറയും എനർജി ഒരു വൈബ് കിട്ടും. വീഡിയോ പിടിക്കും, സംസാരിക്കും. ഒറ്റയ്ക്ക് എന്ത് സംസാരിക്കും? അത് കാരണം എപ്പോഴും കിച്ചന്റെ പണി നമുക്ക് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് എന്തെങ്കിലും സംസാരം ഉണ്ടാവുമല്ലോ. അത് കാരണം നമുക്ക് മിക്കവാറും അല്ലേ കൂടുതൽ നമുക്ക് കിച്ചണിലാണ് ചെയ്യും. പിന്നെ സാറ്റർഡേ സൺഡേ മാത്രം അമ്മ വീട്ടിലുണ്ട്. അതും സെക്കൻഡ് സാറ്റർഡേ സാറ്റർഡേ ഇല്ല, സെക്കൻഡ് ഫോർത്തും ഇല്ല, സെക്കൻഡ് ഫോർത്ത് സാറ്റർഡേ ഇല്ല. ആ സമയത്ത് നമുക്ക് വീഡിയോ പിടിക്കും. ഇതാര് കാണിച്ചു തന്നു പൊന്നുച്ചിന്? ഓ പൊന്നുച്ചിന് ആര് കാണിച്ചു തന്നത്? അപ്പൊ കൊടുത്തത് അപ്പൊ അമ്മ കുച്ചോ ഇനി റോസ്റ്റ് ചിലപ്പോ അതിന്റെ ഇത് വരും. എന്റെ പൊന്നുച്ചിന് വരും. ഓ റോസ്റ്റ് ഡേ. തൂത്ത് കളയണ ഇനി അപ്പൊ തൂത്ത് കളയും. അപ്പോട് പറഞ്ഞോട്ടോ തൂത്ത് കളയാൻ. അത് വേണ്ട, ഇത് പൊന്നുച്ചിന്. ആൻസിയുടെ തലയിലേക്ക് ഇടണോട്ടോ. എഴുന്നേറ്റു. ഹാപ്പി റോസ് ഡേ എന്ന് പറയാം. നീ എന്തി പോണേ? എന്നാലും ഞാൻ വൈകി പോകും. റോസ് ഡേ. എടി ഇന്നലെ എപ്പോഴാ അടക്കല? അവിടെ ക്ലീൻ ചെയ്തിട്ട് നൈസായിട്ട് പോവാം. എന്നെ മാത്രം മേടിച്ചാൽ മതി. ഞാൻ 8:45 പോണുള്ളൂ. ക്ലീനിങ് ചുന്തിരി പോത അതിനറിയാതെ ക്ലീൻ ചെയ്യണമെന്നുള്ളത്. പാവടാ പോലീസേ, ക്ലീൻ ചെയ്യണോ നീ? അതെയോ? അപ്പൊ ഇന്ന് സ്കൂളിൽ പോണ്ടേ? ഓ ഫാസ്റ്റ് ചെയ്യാം. പാവം. അപ്പൊ നമ്മളൊരു കമന്റ് വായിക്കാൻ പോവാണ്. എല്ലാരും ശ്രദ്ധിച്ചോട്ടോ. ഷിജിയമ്മേ,
ഞാൻ എന്നെ പറ്റി പറഞ്ഞല്ലോ ശുചിയമ്മ ഇങ്ങനെ ഒരു മോനെ കിട്ടാൻ പുണ്യം ചെയ്യും. പിന്നെ അമ്മ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടാകും. അതാണ് നിങ്ങൾ തമ്മിലത്ര അടുപ്പം. അപ്പുകുട്ട നന്നായി വരട്ടെ. നല്ല കമന്റ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കമന്റ്. അത് വേറെതല്ല, ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ പൊക്കി പറയുന്നത്. അല്ലല്ലടാ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇവരിപ്പോ ഈ കമന്റ് വായിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇങ്ങനെ നല്ല സ്നേഹത്തോടു കൂടി നോക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? സ്നേഹം നിനക്ക് അല്ല, ഞാൻ എന്റെ കാര്യം പറയുന്നേ. പക്ഷെ അത് എനിക്കത് ഒരുവിധം തിരിച്ചറിവായി കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. നമുക്ക് മനസ്സിലാകും നമ്മൾ മക്കളുടെ അടുത്ത് ഇങ്ങനെ ആൻസിക്ക് കുഴപ്പമില്ലായിരുന്നു, ആൻസിക്ക് ഇങ്ങനെ നിന്നോട് നീ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ച് കുടുത്തക്കേട് കാണിക്കുന്നതുകൊണ്ട് നിന്നോട് ദേഷ്യം ഇത്. പക്ഷെ നിന്നെ അതേപോലെ ഒന്നും നമ്മളങ്ങനെ അയ്യോ മോനെ വാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹം കാണിക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിന്നോട് കുറവായിരുന്നു, അതെനിക്കറിയാം. ആൻസിയോടും ഇങ്ങനെ ആൻസിങ്ങനെ അവൾക്ക് കേൾക്കുന്നില്ലല്ലോ. അപ്പൊ അവൾ കുസൃതി ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല. അപ്പൊ അവളുടെ അടുത്ത് ഇതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ പിന്നെ നിന്നെ കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഉള്ളിലുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിച്ചാലേ മക്കൾക്ക് ബോധ്യമാകും. മക്കൾക്ക് അറിയായിരിക്കും, പക്ഷെ എന്നാൽ പോലും നമ്മൾ സ്നേഹം കാണിക്കണം. അമ്മ ഏതാണ്ട് ഞാൻ പറയും, ഇപ്പൊ മികച്ച വയസ്സ് 54 ഏതാണ്ട് ഈ 55 വയസ്സ് വരെ അമ്മയുടെ ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. 55 ഇപ്പൊ എനിക്ക് ആളുകളായിട്ട് എനിക്ക് സന്തോഷം. എന്ത് ചെയ്താലും ചീത്ത പറയുന്ന ഒരു അമ്മയായിരുന്നു. മനസ്സിലായോ? പക്ഷേ എനിക്കറിയില്ല ഇപ്പൊ ഞാൻ അല്ല എന്ത് ചെയ്താന്ന് വെച്ചാൽ നീ കുസൃതി മൊത്തം കാണിക്കും. എന്ത് പറഞ്ഞ കുസൃതി കാണിക്കും. അപ്പൊ ദേഷ്യം കൂടുന്നുണ്ട്. അമ്മ ഭയങ്കര ദേഷ്യം കൂടുമല്ലോ. മനസ്സിലായോ? ഭയങ്കര ദേഷ്യ. അമ്മയ്ക്ക് വേറൊരു കാര്യത്തിലാണെങ്കിൽ ദേഷ്യം, ടെൻഷൻ. ആ ടെൻഷൻ എന്റെ കിട്ടും. അത് ശരിയാടാ. അല്ല അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ അങ്ങനെ. എന്നിട്ട് അമ്മക്ക് ഇപ്പൊ കുറ്റബോധം എന്താന്നറിയോ? നമ്മുടെ ഇപ്പൊ എന്നെ ചുമ്മാ ഇരിക്കുന്നുണ്ടല്ലോ, പാവം ഞാൻ നിന്നെ പണ്ട് എത്ര ഉപയോഗിച്ചിട്ടുണ്ടാ അങ്ങനൊക്കെ പറയാം. അപ്പൊ ഞാൻ അമ്മയോട് പറയാം, അമ്മ ഇപ്പൊ ഒന്നും സിമ്പത്തി കാണിച്ചിട്ട് കാര്യമില്ല. അമ്മ എനിക്ക് എന്താണ് ചെയ്തതോ ഞാനത് തിരിച്ചമ്മക്ക് തരും, ഉറപ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെ അമ്മ നന്നാവണ്ട. അതായത് അമ്മക്ക് പേടിയുണ്ടാവും. അല്ല അമ്മക്ക് പേടിയുണ്ടാവും. എങ്ങനെയാന്നറിയാം, ഈ ഞാൻ അമ്മ എന്നെ ഉപദ്രവിച്ചല്ലോ, ഭാവിയിൽ അമ്മനെ ഞാൻ ഉപദ്രവിക്കുക. അങ്ങനെ ഒരിക്കലും എനിക്ക് പേടിയില്ല. അങ്ങനെ ഒരു പേടി എന്റെ മനസ്സിലില്ല. നീ എന്നെ ഉപദ്രവിക്കുമെന്നുള്ള പേടിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് നിന്നെ ഇങ്ങനെ ചെറുപ്പത്തില് നിന്നോട് ഇങ്ങനെ നീ കുസൃതി കാണിക്കുമ്പോഴൊക്കെ തല്ലി വെക്കുന്നതിന് എനിക്ക് മനസ്സിൽ വിഷമമുണ്ട്. അല്ലാണ്ട് നീ എന്നെ നോക്കൂലെന്നുള്ള ഒരു പേടിയേ എന്റെ മനസ്സിലില്ല. അതെന്തോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ലടാ. കാരണം മനസ്സിലായി, വീട് അമ്മയുടെ പേരിലല്ലോ. പോടാ, ഈ വീടിന്റെ കാര്യം പോ. എപ്പോ വീട് സ്വത്തല്ല ഏറ്റവും വലുത്. മനസ്സിലായോ? മക്കള് സന്തോഷമായിട്ട് പെരുമാറുന്നേക്കാളും വലിയൊരു സ്വത്ത് വേറെ ഇല്ല. അത് മനസ്സിലാക്കേ. നമുക്ക് അതിന്റെ ഇതില്ല. പക്ഷെ എനിക്ക് അത് വിഷമം തോന്നി. എന്താ വെച്ചാൽ അപ്പൊ ഞാൻ വിചാരിക്കണം നിന്നിപ്പോ തല്ലിക്കഴിഞ്ഞാലും ഞാൻ പിന്നെ അത് എന്നെ ഇപ്പൊ ഒന്ന് നുള്ളി നോവിച്ചു കഴിഞ്ഞാൽ ഞാനിത് എന്തോരം വേദനിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് കൊച്ചുങ്ങൾക്ക് തിരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോടാ. നിങ്ങൾ ഇങ്ങനെ വേദന കൊണ്ട് നിങ്ങൾ നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഇരിക്കും. അപ്പൊ നമുക്ക് എന്റെ മേലിൽ നോക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റൂല. കൊച്ചുകുട്ടികളെ തല്ലുമ്പോ അവരെന്തോരം വേദന എടുക്കുന്നത്. അപ്പൊ നീ അന്ന് അയ്യോ നിന്നെ തല്ലുമ്പോ നീ എന്തൊരു വേദന കൊണ്ടിട്ടുണ്ടെന്ന് ഞാൻ നിന്നെ തല്ലൂലേ. അപ്പൊ നീ എന്തൊരു വേദനിച്ചിട്ടുണ്ടെന്നുള്ളത് എന്റെ മനസ്സിന് വിഷമം തോന്നി. അന്ന് ഞാൻ നിനക്ക് സ്നേഹം തന്നെ, ഇന്ന് നിനക്ക് ഞാൻ വാരിക്കൊരു സ്നേഹം തരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ പേടിയുണ്ട്. എടാ പേടിന്ന് പറയല്ലേന്ന്. അങ്ങനെ പേടിന്ന് പറയണ്ട. എനിക്ക് പേടി കൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മളോട് ആരെങ്കിലും സ്നേഹം, ഇപ്പൊ നിനക്ക് എന്നോട് നിനക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് മറ്റുള്ളവരോട് പറയാം. സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ് ആ സ്നേഹം നമുക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് നീ സ്നേഹം എന്നോട് പ്രകടിപ്പിക്കുമ്പോൾ അല്ലാണ്ട് മിണ്ടാതിരുന്നിട്ടാണ് എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണെന്ന് കൊണ്ട് മിണ്ടാതിരുന്നിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ടുള്ള കാര്യം. സ്നേഹം കൊണ്ട് അത് പ്രകടിപ്പിക്കുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ ഈ കുഞ്ഞു കൊച്ചിനെ പോലും എനിക്ക് എന്നെ തല്ലാനോ ഞാൻ ഈ കൊച്ചിനെ തല്ലോ ഒന്നും ഞാൻ ചെയ്യൂല. അപ്പൊ ഞാൻ വിചാരിക്കേ ഈ അമ്മ പണ്ട് ഇങ്ങനെയല്ലല്ലോ, അതെ എടാ എല്ലാവർക്കും ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ കൊച്ചുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന അമ്മമാര് ഉപദ്രവിക്കുന്നു, അതുങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോ അത് കേൾക്കുമ്പോ പോലും എനിക്ക് വിഷമാണ്. എന്താ വെച്ചാൽ ആ കൊച്ചുങ്ങൾ എന്തൊരു വേദന തിന്നുന്നുണ്ടെന്നുള്ളത് നമുക്കൊരു വിചാരിക്കൂലേ.
അടുത്തത് അമ്മനെ നാണം കെടുത്തു ഞാൻ ഇവിടെ. കൊടുത്തോ. അപ്പുവിന്റെ മുടി നരച്ചല്ലോ, എന്തെങ്കിലും പുരട്ടാൻ, എന്തെങ്കിലും പുരട്ടാൻ ഡൈ അടിക്കാൻ. ശുചിയമ്മയുടെ മുടി ഒന്നും നരച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും സുന്ദരിയായി. എടാ ഇപ്പൊ ഞാൻ മുടി എന്റെ ഈ നരച്ചതൊക്കെ കാണിക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. അവിടെ ഇല്ല മോനെ, കഴിഞ്ഞേ ഇല്ലേ? കഴിഞ്ഞടാ. അമ്മ ഫുള്ള് ഡൈയാണ്. ഫുള്ളൊന്നുമില്ല, ഫുള്ള് എവിടെയൊക്കെ ഉള്ളു. അങ്ങനെ അതും ഫുള്ളെന്ന് പറയാം. ആയിക്കോട്ടെ, പക്ഷെ ഞാനത് പരത്തുന്നോണ്ട് നിനക്കിപ്പ എന്റെ അമ്മ നല്ല എങ്ങായിട്ടിരിക്കുന്നത് തോന്നുന്നില്ലേ? അത് നീയും മാൻസിയും പറയില്ലേ നിങ്ങൾ ഡൈ ചെയ്യൂല, ഞാൻ ഡൈ ചെയ്യുമ്പോ ആൻസി പറയാ ഇങ്ങനെ ഇരുന്നാ പോരെ, എന്തിനാ ഡൈ ചെയ്യണമെന്ന് ചോദിക്കും. അതാ ഞാൻ പറഞ്ഞ നിങ്ങള് ഡൈ ചെയ്യാത്ത ആൾക്കാരാകുമ്പോ ഞാൻ ഡൈ ചെയ്യും. അപ്പൊ നിങ്ങൾ നരച്ചിരിക്കും, ഞാൻ നല്ല യങ്ങായിട്ട്. എനിക്ക് ഡൈ ചെയ്യുമ്പോ ഒരു ഞാൻ വേറെ ഒന്നും ചെയ്യില്ലല്ലോടാ, ഞാൻ വേറെ ഒരു മേക്കപ്പും ചെയ്യാറില്ലല്ലോ, ഒന്നും ചെയ്യില്ല, ഡൈ മാത്രം ചെയ്യും. 2 കമന്റ് കണ്ടപ്പോ ഒരു ഫണ്ണായിട്ട് തോന്നി, അതാണ് നമുക്ക് തന്നെ. അല്ല നമുക്ക് വീട്ടില് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ദേഷ്യം ഒരിക്കലും നമ്മുടെ മക്കളുടെ പുറത്തേക്ക് തീർക്കരുതെന്നുള്ളത് എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത് മാറ്റാൻ പറ്റില്ലല്ലോ, മാറ്റാൻ പറ്റില്ല. പക്ഷെ ഞാനത് മാറ്റുന്നത് എങ്ങനെയാ? എനിക്കിപ്പോ എന്റെ ചെറിയ പ്രായത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂലല്ലോ, പറ്റൂല. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് നീ കൊച്ചിനോട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ പറയാറില്ലേ, എടാ കൊച്ചിനോട് അങ്ങനെ ദേഷ്യപ്പെടില്ല, ഞാൻ നിന്നോട് തിരിച്ചും ചോദിക്കും. നീ പറയാറുണ്ടല്ലോ ചെറുപ്പത്തിൽ എന്നോട് അമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അപ്പൊ നിന്റെ കൊച്ചും വലുതാവുമ്പോ പറയില്ലേ നീ ദേഷ്യപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാണ് കാര്യം. അപ്പൊ അവരോട് സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കാം പിള്ളേരുടെ അടുത്ത്, അല്ലാണ്ട് കുറെ തല്ലോ അങ്ങനെ ഒന്നും. എനിക്കിപ്പോ ഭയങ്കര വിഷമം പിള്ളേർ തല്ലുമൊക്കെ ചെയ്യണതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് പറഞ്ഞ വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനിങ്ങനെ എന്റെ മനസ്സില് ഞാൻ നിന്റെ കാൽമ പിടിച്ച് മാപ്പ് പറയുന്ന പോലെ ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോഴേ നമ്മള് അതിനെ നല്ല സ്നേഹത്തോടു കൂടി വളർത്താൻ നമുക്ക് അതിനുള്ള വിവരമൊന്നുമില്ലല്ലോ. അന്ന് നമുക്ക് 19-20 വയസ്സിലോ 20 വയസ്സിലോ കണ്ട നീ ഉണ്ടായി, 21 വയസ്സിൽ നമുക്ക് അതിനുള്ളൊരു പക്വതയോ കാര്യങ്ങളൊന്നും ഇല്ലടാ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നീ അപ്പോഴത്തേട്ട് എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ പെട്ടെന്ന് നിന്നെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു കൊച്ചുങ്ങളെ വളർത്തേണ്ട ഒരു രീതിയോ കാര്യങ്ങളോ നമുക്ക് അറിയില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ദേഷ്യം അങ്ങനെ നീ കുസൃതി കാണിക്കുമ്പോ അങ്ങനെ അടിക്കും. പക്ഷെ ഞാനത് ഒത്തിരി പ്രാവശ്യം എന്റെ മനസ്സുകൊണ്ട് ഞാനത് മാപ്പ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളോട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളെ നന്നായിട്ട് സ്നേഹിക്കുക. അവരുടെ തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ തെറ്റുകൾ കാണുമ്പോൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം. അല്ലാണ്ട് തെറ്റുകൾ കണ്ടിട്ടും സ്നേഹിക്കാതിരുന്ന പ്രശ്നം. തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പിള്ളേർ അവിടെ ഇവിടെ ഇട്ട് അടിക്കുകയും ചെയ്യരുത്. അവരുടെ അരക്കി പൊട്ട് എന്നിട്ട് ഇവിടെയൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ അതുങ്ങൾക്ക് ഇത് വരും. അതാണ് അമ്മ എന്റെ അരക്ക് മുകളിലോട്ട് തരാറുള്ളൂ. അല്ലല്ല, ഞാൻ നിന്നെ ഇവിടെ ഇട്ട് അടിക്കും ഇങ്ങനെ പിന്നെ അല്ലെങ്കിൽ ഇവിടെ അടിച്ചിട്ടില്ല, ഇവിടെ കാൽമയൊക്കെ നന്നായിട്ട് അടിച്ചിട്ടില്ലേ? കാൽമയൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ചെവി പിടിച്ച് ഈ ചെവി പിടിച്ചിട്ട് തിരിച്ചിട്ടാണ് ഇവിടുത്തെ ചെവി ഇങ്ങനെ പൊന്തിരിക്കും. അതൊന്നല്ല, എല്ലാവരും പറയും അത് മിക്കവാറും ആൾക്കാരെ പെട്ടെന്ന് കിട്ടും. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മറ്റേ ഡ്യൂട്ടിക്ക് പോയി അതിനങ്ങനെ വെറുതെ വിടറി. അപ്പൊ അതെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടിക്ക് പോയി, ഞാനും പോവാണ്. അതെ നമ്മൾ കുളിച്ച് റെഡിയായി. കുട്ടി ഇന്ന് റോസ് റെയിൻ വന്നു. റോസ് മഴയായിരുന്നു. എല്ലാ വർഷം ഞാൻ കുട്ടിക്ക് വാലന്റൈൻ 7 days ഇങ്ങനെ കൊടുക്കും. അങ്ങനെ കുറച്ച് വലിയ സൗണ്ടിലോ. അപ്പൊ ഞാന് സോയിക്കുട്ടിക്ക് എല്ലാ വർഷത്തും ഞാന് റോസ് ഡേ, വാലന്റൈൻസ് ഡേ ഇങ്ങനെ എല്ലാ സെലിബ്രേഷൻ ചെയ്യും. അല്ല അപ്പുക്കുട്ടി അങ്ങനെ പറയും, കേൾക്കൂലല്ലോ. ഓ അങ്ങനെ അപ്പുക്കുട്ടി ഇങ്ങനെ കളിയാക്കല്ലേ? കളിയാക്കല്ലോ, കുറച്ച് ഒച്ച പറ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് പോട്ടെ. അപ്പൊ ബൈ എല്ലാവരും, ബൈ. എല്ലാവർക്കും ബൈ. എന്താ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വന്നപ്പോ നീ വാതിലടച്ചത് പിന്നെ
അങ്ങനെ അടയ്ക്കാൻ പാടില്ല ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ഞാൻ അടയ്ക്കട്ടെ നിങ്ങൾ വരുമ്പോ വാടക ഓക്കെ ആ എന്ന് പിടിച്ചടി വാതിലടക്കേണ്ട കാര്യം പറയാട്ടാ ഇങ്ങനെ നിന്നോ ഇങ്ങനെ നിന്നോ തിരിഞ്ഞു നോക്കരുത് കേട്ടാ ഇങ്ങനെ നോക്കണം ഓക്കെ എന്തെങ്കിലും ഉണ്ടാവും. ഈ റോസപ്പൂന്റെ അവിടെ എന്തിനാ? റോസാപ്പൂ അതവിടെ എവിടെയെല്ലാം കിട്ടി? ഇതാണ്. എങ്ങനെയുണ്ട്? ആ, ഇതിന്റെ എവിടെ വെച്ചേ? ഇഷ്ടായോ? ഇങ്ങനെ ആക്കൂ. നോക്കട്ടെ. ആ ഇഷ്ടായോ? ഇനി റോസ് ഡേ ആവും. ആ, അതന്നെ. റോസ് ഡേ. റോസ്റ്റാ? റോസ് ഡേ. അപ്പൊ ഞാനൊക്കെ വർഷത്തില് കൊടുക്കൂലേ പൂക്കള് പാവ മിഠായി. അപ്പൊ ഇന്ന് ആ ദോശ ഉണ്ട്. അത് മിഠായി മിഠായില്ലേ ഇന്ന് ദോശ